യു കരീമിന്റെ കാലത്ത് ചില്ലകൾ മാത്രമേ മുറിച്ചു മാറ്റിയിട്ടുള്ളൂ, അപ്പുറത്തെ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ എന്ന് മാത്രമല്ല, സുജിത് ദാസിന്റെ കാലത്താണ് പ്രത്യേകിച്ച് പരാതിയോ ആവശ്യമോ ഒന്നുമില്ലാതെ മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റിയത്. സായിദ് ഒന്ന് തുടരും. മുഹമ്മദ് അസ്ലം കൂടി എൻ്റെ കൂടെ. അസ്ലം, നോക്കൂ, ഇതിനകത്തൊരു വളരെ ശ്രദ്ധേയമായ കാര്യം, സുജിത് ദാസിന്റെ കാലത്ത് മുറിച്ച മരങ്ങൾ കുഴപ്പം പിടിച്ചതാണ് എന്ന് അവർ തിരിച്ചറിയുന്നു. അതങ്ങനെയെങ്കിൽ തൊട്ട് മുമ്പുണ്ടായിരുന്ന SP-യുടെ തലയിൽ വെച്ച് കെട്ടി സുജിത് ദാസിനെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്ന് തീരുമാനിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക കോക്കസ് ഓഫ് ആളുകൾ അവർ രക്ഷപ്പെടുകയും വേറെ പോലീസ് തന്നെ മറ്റാരെങ്കിലും ഇതിന് കുടുക്കി അവരെ ബലി കൊടുത്ത് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയാണ്. അത് എന്തുമാത്രം ഗൗരവമുള്ള സംഗതിയാണ് അസ്ലം? നിഷാദ്, ഈ മരമുറി തീർച്ചയായും വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അൻവർ ഉന്നയിച്ചതുപോലെ പല ഉദ്യോഗസ്ഥർക്കും പല ഉന്നതർക്കും ഇക്കാര്യത്തിൽ ഇടപാടുകളിൽ പങ്കുണ്ട് എന്ന് ഒരുപക്ഷെ സംശയിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ, ഇതിനെ അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഫരീദയുടെ വാക്കുകളിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, യു അബ്ദുൽ കരീം എന്ന് പറയുന്ന മുൻ SP-യുടെ കാലത്താണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നു. അതിൻ്റെ ഭാഗമായി ഈ അയൽവാസിയുടെ മൊഴി പോലും അങ്ങനെ ആക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. മാധ്യമപ്രവർത്തകർ ആരെങ്കിലും വരികയാണെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. സ്വാഭാവികമായും പോലീസിന് മുന്നിലും അങ്ങനെ ഒരു മൊഴി കൊടുക്കാൻ ശ്രമം സ്വാഭാവികമായിട്ടും ഇതിലൂടെ നമ്മൾ കരുതേണ്ടി വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ സമയത്ത് മരം മുറിക്കുമ്പോൾ മരം മുറിച്ചതിന് ശേഷമാണ് ഈ ഫരീദയുടെ അപേക്ഷ വാങ്ങുന്നത്. അതായത് ആ മരം മുറിയിൽ ഒരു പ്രശ്നമുണ്ടെന്ന് ആ സമയത്ത് തന്നെ ക്രമക്കേടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ആ സമയത്ത് തന്നെ അവർ വ്യക്തമായിരിക്കണം. അതുകൊണ്ട് തന്നെ അതിനുശേഷം അയൽവാസി ഒരാളുടെ പരാതി വാങ്ങുന്നു. അതായത് അവിടെ അവർക്ക് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് പരാതി നൽകിയവരാണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അവിടെ മരം വീഴുന്നു, അല്ലെങ്കിൽ ചില്ലകൾ വീഴുന്നു, മരം അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നു എന്ന രീതിയിലേക്ക് മരം മേടിച്ച് അവരുടെ അപേക്ഷ പ്രകാരമാണ് ഈ ഒരു മരം മുറി നടത്തിയെന്നുള്ളൊരു തിരക്കഥ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. അത് നേരത്തെ നടത്തിയിരിക്കുന്നു. ഇപ്പോൾ അവരുടെ മരം മുറി നടന്നത് തന്നെ യു അബ്ദുൽ കരീമിൻ്റെ കാലത്താണെന്ന് പരിതീർക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, സുജിത് ദാസ് ക്ഷമിക്കണം, അദ്ദേഹം ഇവിടുന്ന് മലപ്പുറത്ത് നിന്ന് മാറിപ്പോയതിനു ശേഷം പുതിയ ആൾ SP ആയതിനു ശേഷവും മാസങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ആ ക്യാമ്പ് ഓഫീസിൽ സുജിത് ദാസിന് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടി നമ്മളിപ്പോൾ ഫരീദയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കണം. അതായത് സുജിത് ദാസ് SP എന്ന നിലയിൽ ഇവിടുന്ന് മാറിയതിനു ശേഷവും ആ കൃത്യമായ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ശക്തനായ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് സുജിത് ദാസ് കൂടി പറയുന്നത്. സുജിത് ദാസ് ഇവിടെ നിന്ന് പോയി അദ്ദേഹം വേറെ ട്രെയിനിങ്ങിന് പോയി, അത് കഴിഞ്ഞ് പത്തനംതിട്ടയിൽ പോയി, അത് കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോഴും പക്ഷേ മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിൽ അന്വേഷണം ഏത് വഴിക്ക് പോകണം എന്ന് തീരുമാനിക്കാൻ സുജിത് ദാസിന് കഴിയുന്നു. എന്ന് മാത്രമല്ല, ഈ അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്കകത്ത് അന്വേഷണം എന്ന് പറയുന്നത് കംപ്ലീറ്റായി അട്ടിമറിക്കപ്പെടുന്നതിൻ്റെ എന്താണോ ആരോപണ വിധേയർക്ക് ആവശ്യമുള്ളത് ആ നിലയ്ക്ക് അന്വേഷണം പോകുന്നതിൻ്റെ സൂചനകൾ കൂടി അല്ലെങ്കിൽ തെളിവുകൾ കൂടി നമ്മൾ കാണുകയാണ്.